മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു രണ്ടാമത്തെ റിവ്യൂ ആണ്. ആദ്യത്തെ റിവ്യൂ നമ്മുടെ ചാനലിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിനക്ക് വേറെ ഒരു പണിയില്ലയുടെ ഒരു റിവ്യൂ പറഞ്ഞില്ലേ, വീണ്ടും എന്തിനാണ് അടുത്ത റിവ്യൂ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ സിനിമ ആദ്യം കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ രണ്ടാമത് പോയി ഒന്നുകൂടെ സിനിമ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി രണ്ടാമത് സിനിമ കണ്ടപ്പോൾ ഒന്നുകൂടെ ഇതിൻ്റെ ഒരു റിവ്യൂ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ വീണ്ടും ചിന്തിക്കും, നീ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ രണ്ടാമത് സിനിമ കണ്ടാലും വീണ്ടും എന്താണ് അതിൽ പ്രത്യേകിച്ച് ഉള്ളതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് കൊച്ചു കുട്ടികൾക്ക് മുതൽ യുവജനങ്ങൾക്കും മുതിർന്ന ആൾക്കാർക്കും അത്ര ഏജ് കൂടിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരേ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിരിച്ചുല്ലസിച്ച് 2.25 മണിക്കൂറാണ് ഈ സിനിമയുടെ ദൈർഘ്യം. ഈ 2.25 മണിക്കൂറും ഫുള്ള് ചിരിച്ച് എൻജോയ് ചെയ്തിട്ട് നമുക്ക് വരാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. അതായത് ഇപ്പോൾ വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് വെക്കേഷനായിട്ട് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയൊരു സിനിമ എന്ന് പറഞ്ഞത്, ഇത്രയും മികച്ച ഒരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ലെന്ന് പറയാം. ഇത് ഫാമിലി എൻ്റർടൈനർ എന്ന് പറഞ്ഞ രീതിയിലുള്ള സിനിമകൾ. അപ്പം മലയാളത്തിൽ ഇപ്പോൾ ഈ അടുത്തൊക്കെ ഒരുപാട് മികച്ച ചിത്രങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, വലിയ കളക്ഷനൊക്കെ നേടി ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇത്രയും ഫുൾ ഫാമിലിക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഇതിലെ കോമഡികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ പ്രിയദർശൻ സിനിമകളിലും സിദ്ദിഖ് ലാൽ സിനിമകളിലും റാഫി മക്കാർട്ടിൻ സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ളതുപോലുള്ള വളരെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമഡികളാണ് ഇതിൽ കൂടുതലുള്ള. അല്ലാതെ ബ്ലാക്ക് ഹ്യൂമറുകളോ അല്ലെങ്കിൽ ഡബിൾ മീനിങ് കോമഡികളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. അതാണ് ഈ സിനിമ ഏറ്റവും കൂടുതൽ നമ്മളെ എൻജോയ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. പിന്നെ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളാണെങ്കിലും സോങ്ങുകളാണെങ്കിലും എല്ലാം വളരെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള അഴകിയ ലൈല എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇതിനകത്തിൽ വളരെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ സീനിലൊക്കെ ആ പാട്ട് കൊടുത്തപ്പം ഭയങ്കരമായിട്ട് നമുക്ക് അതിലൊരു രസം തോന്നിയിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇതിൽ വന്നിട്ടുള്ള മറ്റു പാട്ടുകളും നമുക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു തിയേറ്റർ ആംബിയൻസിൽ തന്നെ നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മളല്ലാതെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയൊരു രസം അതിന് തോന്നുമെന്നുള്ളത്. പിന്നെ ഇതിനകത്തിലുള്ള ഓരോ താരങ്ങളുടെയും പെർഫോമൻസും വളരെ മികവുറ്റത് തന്നെയാണ്. നാച്ചുറലായിട്ടുള്ള പെർഫോമൻസുകൾ തന്നെ നമുക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കതുകൊണ്ട് തോന്നും. പിന്നെ കുറച്ച് ചെറിയ ചെറിയ സസ്പെൻസ് കാര്യങ്ങളും ഒക്കെ നിറച്ച് സിനിമ ആ ഒരു ഒഴുക്കിൽ നമുക്കതിനകത്ത് സിനിമ അങ്ങോട്ട് കയറി സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീരുന്നത് വരെ നമുക്ക് അറിയത്തേ ഇല്ല. അപ്പം ഈ ഒരു അവധിക്കാലത്തൊക്കെ നിങ്ങൾക്ക് പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്റർ പടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.